കണ്ട നമ്മൾ മൂന്നാർ ടീ ഗായ്സ്. ഇതാ പിടിച്ചോ. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാനായി നമ്മളെത്തി ഒരു ശരിക്കുമുള്ള ഒരു സ്ഥലം. ഹായ്, ദിസ് ഇസ് അർഷിത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇത്രയും നേരം ഫ്ലവറും കണ്ടു, ഫ്രൂട്ടും കണ്ടു. ഇന്ന് ഞാനെല്ലാം കാണിക്കാം. നല്ല പിടിച്ചോ. ഇവിടെ നമ്മൾ വന്നപ്പോൾ തോന്നി ഈ സാധനം കാണുമ്പോൾ ക്രിസ്മസ് ട്രീ ആണ്. ഈ ക്രിസ്മസ് ട്രീ എന്തു ഈ ക്രിസ്മസ് ട്രീ? പിന്നെ ഇതുണ്ടോ, ഞാൻ അടുത്ത ഇവിടെ നോക്കാം. അടുത്ത ഇവിടുത്തെ ആണ്. എൻ്റെ ഫാമിലി നിൽപ്പുണ്ട് അവിടെ. കണ്ട അപ്പോൾ നമുക്ക് അടുത്തത് കാണിക്കാത്തേണ്ട. ഇവിടെ ഒരു തത്തമ്മയുടെ കൂടുണ്ട്, പക്ഷെ ഒരു തത്തയെ പോലെ കണ്ട് കാണുന്നുമില്ല. എവിടെ പോയി ഇവിടെ കാണുന്നു? പിന്നെ ഒരു മുൾച്ചെടി. ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം, കാരണം സ്ഥലത്ത് പോകണം. പിന്നെ കാക്ടസിൻ്റെ മേളമാണ്. ഇവിടെ ഒരു ചെടിയൊക്കെ ഉണ്ട്, അതും ഒരു ഇതില്. എന്തോ ആരെയോ ആരെയോ ചെറുതാക്കാം. ये कैक्टस है ना, इसके कैक्टस के ये है शुरुआत. और यहाँ है ना वो है ना ഫോറസ്റ്റ് പോലെ. ഫോറസ്റ്റ് പോലെ എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കാടിൻ്റെ ഇതായിട്ടാണ് വരുന്നത്. പിന്നെ അത് കണ്ടോ, ഒരു ചെടി അടിപോലെ ഇവിടെ കണ്ടോ. അവിടെയൊക്കെ ഫുള്ള് ഈ കാക്ടസ് എല്ലാം ഉണ്ട്. ഇനി വേറൊരു വലിയൊരു ഒരു മരം പോലെ തോന്നിപ്പിക്കുന്ന ഒരു കാക്ടസിനെ ഞാൻ കാണിക്കാം. ഇത് എന്നിട്ട് ഇതായിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പേരെന്തോ ആഫ്രിക്കൻ മിൽക്ക് ട്രീ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ അത് വേറെ, അത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. ശരി, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ചെടിയുടെ പേരാ. അടുത്ത വേറൊരു ചെടിയുണ്ട് കണ്ടിത്. ഈ ചെടിയാണെങ്കിൽ ഇതിൻ്റെ പേരാണ് ഐപ്പിൻ. പിന്നെ ഇവിടെ മുമ്പ് നോക്കിയപ്പോൾ ഇവിടെ ഒരു കുരുവി വന്നായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കുറേ ചെടി നട്ട് വെച്ച് ഇതവിടെ വളർത്തി വെച്ചിരിക്കുക. നമ്മളിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുൽക്കൂടിനകത്തിടേണ്ട സാധനം. ഇത് കണ്ടോ, ഇത് കണ്ടോ, പുൽക്കൂടിനകത്തിടേണ്ട സാധനം. പിന്നെ അവിടെ കുറേ കാക്ടേഴ്സ്. അവിടെ കാക്ടേഴ്സിൻ്റെ മേളെന്ന് വെച്ചാൽ വട്ടി പോലെ ഇരിക്കുന്ന കാക്ടേഴ്സ്. നമ്മൾ കാണേണ്ട ഈ സാധനങ്ങൾ കേരളത്തിനെ കാണിക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് കാണിച്ച് വേണ്ടേ. ഞാനിപ്പോൾ പുറകിലും എല്ലാവരും ഇപ്പോൾ മുന്നിലും. ഹലോ, എന്നെ ഇവിടെ വിട്ടിട്ട് പോവോ? ഞാൻ പെട്ടെന്ന് വരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും കാണാനൊരു ഇത് വരും. വഴിയൊക്കെ കുഴപ്പമില്ല, പക്ഷെ ഒരു ചെറിയൊരു ഇതാണ് എന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഇതില്ല. ഇവിടൊക്കെ കണ്ടില്ലേ ഒരു സാധാ ഇതുണ്ട്. ഞാൻ ഉദ്ദേശിക്കാൻ വന്നത് ഇത് കണ്ടോ. ഇവിടെ ഒരു ചെടി എന്തോ EMO CMO അങ്ങനെ ഇതുണ്ട്. ഇത് ഇവിടുത്തെ ജനറേറ്റർ. ഇവിടുത്തെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ അതിനായിട്ട് സഹായിക്കും. പിന്നെ എന്താണ് ഇവിടെ ഈ കാക്ടസ് ഞാൻ കണ്ടിട്ട് കുറേ നാളായി. ഇതൊരു റൗണ്ട് രീതിയിലാണ് ഇരിക്കുന്നത്, പക്ഷെ എന്താണ് ഈ കാണുന്ന ഈ ഒരു കാക്ടസ്. പിന്നെ അവിടെയൊക്കെ കുറേ ഉണ്ട്. ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഫുള്ള് എന്ന് വെച്ചാൽ ഒരു പ്രകൃതി, ഒരു എന്തൊക്കെ ചെടി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇതൊക്കെ കാണിക്കുന്നേ. നമ്മൾ നാട്ടിലൊക്കെ എന്താ സക്ലൻസ് ഇത് കണ്ടോ, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. ഇച്ചിരി ഒരു സുന്ദരമായ കാഴ്ചകൾക്ക് വേണ്ടിയാണ് മൂന്നാറിൽ വരേണ്ടത്. നിങ്ങളിത് അറിയണം, കാരണം നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് വരുന്നതെന്ന് കറങ്ങാൻ പറ്റിയ സ്ഥലം. ഈ സ്ഥലത്തിന് പേരെന്താന്ന് പറഞ്ഞേ? സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞേ?
ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി. ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ വരേണ്ടത്. ഇടുക്കി മൂന്നാർ. ഇടുക്കി മൂന്നാറില്. ഇടുക്കി മൂന്നാർ. അപ്പോൾ അടുത്ത വിഷൻ ലേക്സ് ഒക്കെ പോവാം. ഇവിടെ ഓരോ സ്ഥലത്തും എഴുതി വെച്ചിരിക്കും യു ആർ ഇൻ അണ്ടർ എന്താ CCTV. ഇനി അടുത്തയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് പിന്നെയും കാണാം. നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾ വന്ന് കാണേണ്ട. ഞാൻ മേഹി റീഡ് करके क्या बोले നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അടുത്ത ഫ്രണ്ട്സ് ദിസ് ഈസ് സാന്തൂരിയം. കാണിക്കാം. സാന്തൂരിയം. ഇനി എങ്ങോട്ടാ പോണേ? ഇതുകൊണ്ട് ഗാർഡൻ വേ. ഗാർഡനിൽ പോണ്ടായോ? ചോക്ലേറ്റ് ഫാക്ടറി. ഇനി അടുത്ത നമുക്കൊരു ചോക്ലേറ്റ് ഫാക്ടറി കൂടെ കണ്ടിട്ട് തന്നെ അങ്ങോട്ടൊന്ന് പോ. അത്രേ ഉള്ളൂ. അതുവരെ ഞാൻ ഇതൊന്ന് കട്ടോ. അപ്പൊ തുടങ്ങാം. ചോക്ലേറ്റ് ഫാക്ടറി ആണോ? This is the place of the chocolate factory. It is the machine that can make. This is the place that chocolate are making. The place. Oh, यहाँ थोड़ा. ഇവിടാണ് ആ സ്ഥലം നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നിർമ്മിക്കുന്നത്. അത് മാത്രമല്ല കുറേ ഫോട്ടോ ആയതുകൊണ്ട് ചുമ്മാ ഒരു നമ്മളൊന്ന് കാണാനായിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ പല വിധം. ക്യാമലി ചോക്ലേറ്റ്. അതാണ്. നിങ്ങൾ ഇവിടെ ഒന്ന് വരണം. ചോക്ലേറ്റ് ഫാക്ടറിയും കൂടെ നല്ല ഇവിടെ ഒന്നും കാണാം. വലിയ ടിക്കറ്റ് ഒന്നുമില്ല. പിന്നെ കാണാൻ പറ്റും. വേണ്ട. ദിസ് ഇസ് ദ പ്ലേസ്. ഇതാണ് ആ സ്ഥലം. ഈ ചോക്ലേറ്റ് ഒക്കെ ചൂടാക്കി ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന രീതി. നമ്മുടെ കൊക്കോ ഇല്ലേ, ഈ കൊക്കോ എന്ന് പറയുന്ന സാധനമുണ്ട്. അതുകൊണ്ട് അതിനകത്തുനിന്ന് എടുക്കുന്ന അരിയും കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തെത്തി. ഇവിടെ കണ്ടു നമ്മുടെ പഴയ കഥകളിയുടെ കുറച്ച് ഫോട്ടോ ഒക്കെ ഉണ്ട്. കുറേ കർഷകരുടെയും കുറേ ഫോട്ടോ ഉണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്കൊക്കെ മേടിക്കാം. സൂപ്പർ മാർക്കറ്റും കൂടെ ഇതൊക്കെ കണ്ടോ. ഞാൻ കുറച്ച് ആനകളെ കാണിക്കാം. കണ്ടോ? ഒരു മുറയുടെ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു സാധനം കാണിക്കാം. ഞാനാണ് മണിച്ചിത്രത്താഴത്തിലെ ആളാണ്. കണ്ടോ? ഇഷ്ടപ്പെട്ടു. ആ പൊക്കി ഇങ്ങനെയെന്ന് വെച്ചേ. ഇവിടെ ഒക്കെ ഓക്കെയാ. കേട്ടോ? ഇനി ഇവിടെ അടുത്ത എന്താന്ന് വെച്ചാൽ ഇവിടെ കുറേ ആൻറ്റി പീസ് പോലെ തോന്നിപ്പിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാം. ഇത് നമ്മുടെ ബുക്കൊക്കെ ഇതാക്കി വയ്ക്കുന്നത്. ഇവിടെ കണ്ടോ കുറേ ആൾക്ക് ആനയുടെ ഒരു ചരിത്ര രീതിയും അതിന് ചരിത്ര രീതിയില്ല. വേണ്ട എന്താ മനസ്സിലായോ? പെട്ടി നമ്മളെ മറ്റേ പെട്ടി നമ്മളെ ആളാണെങ്കിൽ കൊച്ചാന്ന് തോന്നുന്നു. സൈലഫോണൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുക. കണ്ടോ? മനസ്സിലായോ അല്ലേ? ഇതാണ്ട് ആ കൊച്ചാണ് ഇവനാണ് സൈലഫോണൊക്കെ ഉപയോഗിക്കുക. എന്തുവാണ് ഇത്? ഇതാണ്ടോ ഇത് ഓരോ പഴയതും ഇതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ കുറേ എന്താ സ്പീഷീസ് ഉണ്ട്. സിസ്റ്റർ സ്പീഷീസ്. അത് മസാലയൊക്കെ തിരിഞ്ഞു. ഇത് ഏലക്കല്ലേ? അപ്പൊ അത് ഏലക്ക. രണ്ടും ഏലക്ക. ഇത് കറുത്ത ഏലക്ക. കറുത്ത ഏലക്ക ആരെങ്കിലും കണ്ടിട്ടാ? എന്നാ കണ്ടോ? പച്ച ഏലക്ക. പാലക്ക.
ഇനി അടുത്ത ഞാൻ ചുറ്റി കാണിക്കാം. ശ്രദ്ധിക്കാത്തോ മേത്തിക്കാത്തോ. ഇനി ഇവിടെ ഞാൻ നേരെ കാണിക്കുന്നത് വേറൊരു കാര്യമാണ്. ഇതെടുത്ത് ആ പോക്കറ്റിനകത്ത്. അപ്പോൾ അടുത്തത് നമ്മുടെ അനന്തു അമ്മാവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണ് അനന്തു അമ്മാവ പരിപാടി? സാരിയൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റും കൂടെ. ഇവിടെ ഗാർഡൻ ഉണ്ട്. ഇങ്ങനൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നാ പറഞ്ഞേ. ഇതേ സാരി. പിന്നെ പിന്നെ ഇവിടെ അങ്ങനെ വലുതായിട്ട് ഞാൻ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ നമ്മളിങ്ങനെ റീൽസ് ഇടുന്ന പോലെ അത്രേ ഉള്ളൂ. റീൽസ് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഈ ചോക്ലേറ്റ് ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഇവിടെ മറ്റേ എന്താ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. പിന്നെ ഗാർഡനുണ്ട്. പിന്നെ ഗാർഡനും പിന്നെ ചെടി കാണിക്കുന്ന കാക്ടേഴ്സ്. അത് നമ്മുടെ മൂന്നാറിൽ വന്നാൽ കാണാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ. അല്ലേ ഞാൻ മുമ്പേ പറഞ്ഞ ചോക്ലേറ്റ് ഇതുണ്ട്. കോക്കോ പൗഡർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതും കൊണ്ടാണ് നമ്മുടെ ഈ കൊക്കോ പൗഡറും കൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഈ ചോക്ലേറ്റും കൊണ്ട് കഴിക്കാൻ പറ്റുന്ന കാര്യം നല്ലതാണ്. ചോക്ലേറ്റ് നമ്മൾ എല്ലാവരും കളിക്കും. കുട്ടികൾ വരെ കഴിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അടുത്തത് കാണിക്കാം. അത് ഒരു ഇതൊന്ന് ഇതാക്കട്ടെ. അപ്പോൾ ശരി. എൻ്റെ അനിയനൊന്ന് കിടന്നുറങ്ങുവാണേ. ഞാനൊന്നുകൂടെ ഇതൊന്ന് പോയി കാണിച്ചത് വെളിയിലല്ല. അയ്യോ എൻ്റെ ഫോൺ ചാർജ് അവിടെ പോയി എല്ലാവരും. അതാണ്ട് ഇത് സാധാ ബേക്കറി ഐറ്റംസ് പോലെയുള്ളതാണ്. ബേക്കറി അല്ല, എന്തൊക്കെയോ ഷാമ്പു എണ്ണയോ എന്തൊക്കെയോ ഉള്ളതാണ് ഇത്. കണ്ടോ വേണ്ട. ഇതാണ്ടേ കണ്ടോ. ഇവരാ കാണുന്ന ഒരു കട്ടല ഈ കാണുന്ന ഈ സാധനമാണ്. ഈ കാണാൻ നല്ല രസമുണ്ട്. ഇതിങ്ങനെ വെച്ചൊരു തിരിച്ച് വെച്ചിരിക്കുന്ന പോലെ വേണ്ട. മൂന്നാറിൽ ടീ സ്പീഷീസ് ചോക്ലേറ്റ് സീഡ്സ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള മൂന്നാറിൻ്റെ അടുത്തുള്ള ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ലൈവ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാൽ മതി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.